ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താ പറയുക, ഒന്നിന് പുറകെ ഒന്നായി വന്നിട്ട് ഞാൻ കുറച്ച് ബിസിയായിരുന്നു. പനി, ചുമ, ജലദോഷം. അപ്പോൾ ഇതാ ഇപ്പോഴാണ് അതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് ദുബായ് മോളിലേക്ക് തന്നെയാണ് പോകാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല കേട്ടോ, നമുക്കിവിടെ വന്നിട്ട് കുറച്ച് മേജർ പരിപാടികളുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. ദുബായ് മോൾ എത്തിയപ്പോഴേക്കും രുദ്ര ചെറിയൊരു ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അധികം വൈകാതെ തന്നെ ശബ്ദമൊക്കെ കേട്ടാൽ അവൻ ചാടി എണീക്കും. എന്തായാലും നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ദുബായ് മോളിൽ പാർക്ക് ചെയ്തു. ഇവിടെ വന്ന ഒരു മെയിൻ ടാസ്ക്കാണ് ഈ പാർക്കിങ്ങും. എവിടെ പാർക്ക് ചെയ്തു പിന്നെ തിരിച്ച് അങ്ങോട്ട് എത്തുക എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് ഇത്തവണ നല്ല പക്ക പ്ലാനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ പോയിക്കുന്നത്. എല്ലാം നമ്മൾ നോക്കി വെച്ചിട്ട്, സാധാരണ നമ്മൾ നോക്കി വെച്ചാലും എവിടെയെങ്കിലൊക്കെ ഒന്ന് വഴി തെറ്റാറുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മളെല്ലാം നോട്ട് ചെയ്തിട്ടാണ് പോണത്. കാഴ്ചകൾ കാണലും പരിപാടികളൊക്കെ ആയിട്ട് നമുക്കൊരു അറ്റത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ദുബായ് മോളായ കാരണം ഏത് അറ്റത്തു നിന്ന് തുടങ്ങിയാലും കാഴ്ചകൾക്കൊരു കുറവുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചൈന ടൗണിൻ്റെ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ ഇവിടുത്തെ മേജർ അട്രാക്ഷൻസായ വാട്ടർ ഫൗണ്ടെയിൻ, അക്വേറിയം, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രുദ്ര എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സൗണ്ടൊക്കെ കേട്ടാൽ അവൻ ചാടി എണീറ്റോളും. പെട്ടെന്ന് സീനൊക്കെ ആകെ മാറി അത്ഭുതത്തിൽ നോക്കി നിൽക്കാൻ കേട്ടോ. എന്തായാലും മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾക്കാണെങ്കിൽ ഒരേ സംഭവം വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു മടുപ്പ്. ഈ കുട്ടികൾക്കൊക്കെ ഇത് എന്തൊരു കൗതുക, നിൽക്കണ കണ്ടില്ലേ നോക്കിയിട്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോകുന്നത് മെയിനായിട്ട് ഇവന് വേണ്ടിയിട്ടാട്ടോ. ഇവന് കളിക്കാനും ഇവന് കാഴ്ചകൾ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്തായാലും അവനെ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാഴ്ച കണ്ട് നിന്നപ്പോഴാണ് നമ്മൾ വന്ന കാര്യം മറന്നത്. അപ്പോൾ അതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ഐ സ്റ്റോറിലൊന്ന് പോവാണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് ഷറഫ് ടീച്ചിൽ ലാസ്റ്റ് എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരു ഫോൺ മേടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് ആ കാര്യം ഭംഗിയായിട്ട് അങ്ങനെ നിർവഹിച്ചു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അങ്ങനെ അവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് അവസാനം അക്വേറിയത്തിൻ്റെ കുറച്ച് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് കണ്ടപ്പോൾ തന്നെ രുദ്രയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫിഷൊക്കെ പോകണ കണ്ടിട്ട് മൂപ്പര് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും താഴെ നിന്നുള്ള വ്യൂ അവന് കാണിച്ചു കൊടുക്കാം. പിന്നെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു സൈഡ് വലിവ്, അവിടുത്തെ മണമൊക്കെ ഉണ്ട് വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. അതിനുള്ളിൽ കയറി പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിതാ കട്ട വെയിറ്റിംഗ് ആണ്. ദുബായ് മോളായ കാരണം പിന്നെ പറയും വേണ്ടല്ലോ, ഒരു ഭാഗത്തൊന്ന് ഇരിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് നേരം നോക്കി നടക്കണം. അങ്ങനെ നമുക്ക് ഒരു സീറ്റൊക്കെ കിട്ടി. പക്ഷെ പതിവ് പോലെ തന്നെ ഫുഡൊക്കെ വന്നപ്പോൾ ബാക്കി എല്ലാ കാര്യം ഞാൻ മറന്നു. ഫുൾ കോൺസെൻട്രേഷൻ അതിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ അടുത്ത ലക്ഷ്യമാണ് വൈകുന്നേരം 6 മണി തൊട്ടിട്ടുള്ള വാട്ടർ ഫൗണ്ടെയിൻ ഷോ. ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ പറയുകച്ചാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ പെട്ടൊരവസ്ഥയാണ് കേട്ടോ. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ തിക്കിലും തിരക്കിലും പെടുന്നവർക്ക് ശരിക്കും ആ പൂരം വീട്ടിലിരുന്ന് ടി വിയിൽ കാണുന്നവരുടെ അത്ര കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ, ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ആ തിക്കിലും തിരക്കിലും ശരിക്കും അതൊന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കണം. അത്രയ്ക്കൊരു മനക്കെട്ടി ഞങ്ങൾക്കില്ലാത്ത കാരണം കുറച്ച് ദൂരത്തേക്കായിട്ടാണ് നിന്നത്. കാരണം ഈ ഷോ കഴിഞ്ഞാൽ പിന്നെ എന്തോ ഭയങ്കര തിരക്കാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക്. ഒരൊറ്റ പോക്കാണ് ഈ മോളിൻ്റെ ഉള്ളിൽ കേട്ടോ. ആ ഒരു തിക്കിലും തിരക്കിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മാറിയത്. തിരക്കുള്ളവർക്കൊക്കെ ആദ്യം പോവാലോ. പിന്നെ ഷോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ അടിപൊളിയാണ്. രുദ്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചധികം നേരമുള്ള കാരണമാണ് കേട്ടോ ഞാനിത് കുറച്ച് സ്പീഡിലാക്കണത്. എൻ്റെ മനസ്സിൽ അപ്പോൾ പോയ വേറൊരു കാര്യം എന്തറിയോ, നിങ്ങൾ തന്നെ നോക്കിക്കേ വീഡിയോയിൽ എത്ര പേരാ മൊബൈലിൽ ഈ കാഴ്ചകൾ പകർത്തുന്നത്. നമ്മുടെ ശരിക്കുള്ള കണ്ണുകൊണ്ട് കാണുന്നേക്കാൾ കൂടുതൽ ആളുകൾ സ്ക്രീനിലാണ് ഇതൊക്കെ കാണുന്നത് അല്ലേ. എന്താല്ലേ കാലത്തിൻ്റെ ഒരു പോക്ക്. അങ്ങനെ ദുബായ് മോളിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങളിതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയൊക്കെ ആയപ്പോഴേക്കും മോളിൽ ലൈറ്റൊക്കെ ഇട്ട് ഒരു വേറെ വൈബായിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ആ ഒരു വ്യൂ ആസ്വദിക്കുന്ന ഒരാളാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു പോണ വഴിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഉറങ്ങുമായിരുന്നു. തിരിച്ചു പോകുമ്പോഴാണ് മൂപ്പര് ഇതിനെ കണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇത്രയും ക്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും എക്സൈറ്റ്മെൻറ്റാണ് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ.
അങ്ങനെ ദുബായ് മോളിൽ ഒരുപാട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.